മുഖ്യന് ശമ്പളവും അലവൻസും ചേർത്ത് 1,85,000. മറ്റു മന്ത്രിമാർക്കോ? 6 പതിറ്റാണ്ടിനിപ്പുറമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത്. UDF-നെ കഴിഞ്ഞ 10 വർഷക്കാലം നയിച്ച VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ മറ്റ് 20 അംഗങ്ങൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. VD സതീശനെ കൂടാതെ PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിശ്വനാഥ്, M ലിജു, T സിദ്ദിഖ്, റോജി M ജോൺ, OJ ജനീഷ്, KA തുളസി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, V അബ്ദുൾ ഗഫൂർ തുടങ്ങിയവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തങ്ങൾക്ക് നൽകിയിട്ടുള്ള വകുപ്പുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ചോദ്യങ്ങൾ നേരിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും മുന്നോട്ടു പോകണമെന്നതാണ് മന്ത്രിമാരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. വെറും 2,000 രൂപയാണ് മന്ത്രിമാർക്ക് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം. എന്നാൽ ക്ഷാമാപത്തിയായി 38,429 രൂപ മാസാമാസം ലഭിക്കും. മണ്ഡല അലവൻസായി 40,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. യാത്രാ അലവൻസിനായി മന്ത്രിമാർക്ക് 17,000 രൂപയിൽ ലഭിക്കും. ഒരു മാസം ആകെ മന്ത്രിമാരുടെ ശമ്പളം 97,429 രൂപയാണ്. ഇതുകൂടാതെ മന്ത്രിമാർക്കെല്ലാം സകുടുംബം പൂർണ്ണ ചികിത്സാ പരിരക്ഷയും ലഭിക്കും. വെഹിക്കിൾ അഡ്വാൻസായി 10 ലക്ഷം രൂപ, ഹൗസ് അഡ്വാൻസായി 20 ലക്ഷം രൂപ എന്നിങ്ങനെയും ആനുകൂല്യങ്ങൾ. ഇതുകൂടാതെ മന്ത്രിമാർക്ക് സ്വന്തമായി ഒരു ഔദ്യോഗിക വസതിയും കാറും പൈലറ്റ് വാഹനവും ലഭിക്കും. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ VD സതീശന് പ്രതിമാസം അടിസ്ഥാന ശമ്പളവും അലവൻസുകളും ഉൾപ്പെടെ 1,85,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുകയെന്നാണ് റിപ്പോർട്ട്. കൂടാതെ യാത്രയ്ക്കായി ഔദ്യോഗിക വാഹനവും അകമ്പടിയായി പൈലറ്റ് വാഹനങ്ങളും ലഭിക്കും. ഇതിനു പുറമെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ട്രെയിൻ, വിമാനയാത്രകൾക്ക് യാത്ര അലവൻസ് സൗകര്യവുമുണ്ട്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പൂർണ്ണ സൗജന്യ ചികിത്സ ലഭിക്കും. 5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി കാലാവധി കഴിഞ്ഞാലും ആജീവനാന്ത പെൻഷൻ ലഭിക്കും. ക്ലിഫ് ഹൗസാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ഇവിടെ മുഖ്യമന്ത്രിക്ക് താമസിക്കാം. ക്ലിഫ് ഹൗസിൽ ദിവസം മുഴുവൻ കനത്ത സുരക്ഷയും ഉണ്ടായിരിക്കും.